ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക കർമ്മ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമുള്ള ഒന്നാണ് ഇപ്പം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് സോവിയറ്റ് മാതൃകയിൽ പഞ്ചവത്സര പദ്ധതികൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒന്നാണ് പഞ്ചവത്സര പദ്ധതികൾ. എന്നാൽ ഏതാണ്ട് 10 വർഷത്തിലേറെയായി പഞ്ചവത്സര പദ്ധതികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആസൂത്രണ സമിതി പിരിച്ചുവിട്ടു, നീതി ആയോഗ് എന്ന സംവിധാനത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോഴും കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പഞ്ചവത്സര പദ്ധതികൾ സുപ്രധാനമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം. അതുകൊണ്ട് തുടർന്ന് 13-ാം പദ്ധതിയും 14-ാം പദ്ധതിയും ഒക്കെ കേരളം മാത്രം നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകാം. നമ്മുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കൃത്യമായിട്ട് ലക്ഷ്യബോധവുമായി കേരളം ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഈ അടുത്ത വർഷം ഈ സാമ്പത്തിക വർഷത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും 15-ാം പദ്ധതിയുമായി ബന്ധപ്പെട്ട രൂപീകരണ പ്രക്രിയയിലേക്ക് നമുക്ക് കടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ ചെയർപേഴ്സൺ ഷൈമ സി കരട് പദ്ധതി അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുമേഷ്, കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് E സജീവൻ, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സജീവൻ, തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ കൈതേരി, പായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ, ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് V ശോഭ, അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥൻ, ക്ഷേമകാര്യ സമിതി ചെയർമാൻ നൌഷാദ് CC, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ മനീഷ PD, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ PM സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PP മീരാബായ്, ജോയിന്റ് BDO രമേശൻ കാണി എന്നിവർ സംസാരിച്ചു.